നമോ ഭഗവതേ വാസുദേവായ. ദശകം 18 പൃഥുചരിതം. വൃത്തം പ്രഹർഷണി. ശ്ലോകം 1. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേഃ അംഗസ്യ വ്യജനിസുതസ്സവേന നാമ യദ്ദോഷവ്യഥിതമതിഃ स രാജവർയഃ ത്വത്പാദേ നിഖിതമനാവനം ഗതോऽഭൂത്. ഒരിക്കൽ കൂടി. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേഃ അംഗസ്യ വ്യജനിസുതസ്സവേന നാമ യദ്ദോഷവ്യഥിതമതിഃ स രാജവർയഃ ത്വത്പാദേ നിഖിതമനാവനം ഗതോऽഭൂത്. ശ്രീ മഹാവിഷ്ണുവിൻ്റെ തന്നെ അംശാവതാരമാണ് പൃഥു. ആ പൃഥുചരിതമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ജാതസ്യ ധ്രുവകുല ഏവ, ധ്രുവകുലത്തിൽ തന്നെ ജനിച്ച, തുംഗകീർത്തേർ വളരെ കീർത്തിമാനായ, അംഗസ്യ അംഗരാജാവിന്, വ്യജനിസുത സ വേനനാമ വേനൻ എന്നു പേരായ പുത്രൻ ജനിച്ചു. യത് ദോഷ വ്യതിതമതി സ രാജവര്യ, ആ വേനൻ എന്ന പുത്രന്റെ ദോഷത്താൽ മനം നൊന്തവനായി ആ അംഗരാജാവ് ത്വത്പാദേ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ, നിഹിതമന അർപ്പിതമായ മനസ്സോടുകൂടി, വനം ഗതോഭൂത് വനത്തെ പ്രാപിച്ചവനായി. ശ്ലോകാർത്ഥം. ധ്രുവന്റെ തന്നെ കുലത്തിൽ ജനിച്ച അതികീർത്തിമാനായ അംഗരാജാവിന് വേനൻ എന്നു പേരുള്ള ഒരു പുത്രൻ ജനിച്ചു. അവന്റെ ദോഷങ്ങളിൽ മനസ്സു നൊന്ത ആ രാജവര്യൻ അങ്ങയുടെ പാദങ്ങളിൽ മനസ്സർപ്പിച്ചുകൊണ്ട് രാജ്യം വിട്ട് വനത്തിലേക്ക് പോയി. അംഗരാജാവിന്റെ പുത്രൻ വേനൻ ഒരു ദുഷ്ടനും ആധ്യാത്മിക ചിന്തയില്ലാത്തവനും ആയിരുന്നു. ഭക്തരെയും മുനിമാരെയും ധാരാളമായി ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ഈ ദോഷപുത്രനിൽ മനം നൊന്ത് രാജാവ് എല്ലാം ഭഗവത് പാദങ്ങളിൽ അർപ്പിച്ച് വാനപ്രസ്ഥം സ്വീകരിച്ചു. എപ്പോൾ നമുക്ക് മനോവേദനയുണ്ടാകുമോ അപ്പോൾ ഭഗവാന്റെ പാദപത്മങ്ങളിൽ എല്ലാം സമർപ്പിക്കുക, ഭഗവാനെ ആശ്രയിക്കുക. ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ നമുക്ക് മാർഗദർശിയായി തീരും. ഒട്ടും തന്നെ സംശയിക്കേണ്ട. ശ്ലോകം 2. പാപോപേക്ഷിതിതലപാലനായ വേനക പൗരാദ്യൈരുപനിഹിതകഠോരവീര്യക സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയം നരൗത്സീത്. പാപോപീക്ഷിതിതലപാലനായ വേനക പൗരാദ്യൈരുപനിഹിതകഠോരവീര്യക സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയം നരൗത്സീത്. പാപോഭി, പാപ പ്ലസ് അഭി, പാപോഭി. പാപൻ ആണെങ്കിലും ക്ഷിതിതല പാലനായ വേനഹ, രാജ്യപാലനത്തിനായി വേനനെ തന്നെ, പൗരാദ്യർ രാജ്യത്തിലെ പൗരന്മാർ തുടങ്ങിയവർ, ഉപനിഹിത വാഴിച്ചു, കഠോരവീര്യ അതിശക്തനായിരുന്നതിനാൽ, സർവ പ്ലസ് ഏഭ്യ സർവേഭ്യ
എല്ലാവരോടും നിജബലം ഏവ തന്റെ ശക്തിയെ തന്നെ സംപ്രശംസൻ ആത്മപ്രശംസ നടത്തിക്കൊണ്ട് ഭൂചക്രേ ഭൂമണ്ഡലത്തിൽ തവ യജനാനി അങ്ങേക്കുള്ള യത്നങ്ങളെ അയം ഇവൻ നൗരുസീത് നിരോധിച്ചു, മുടക്കി. ശ്ലോകാർത്ഥം: പാപിയാണെങ്കിലും അതിശക്തനായ വേനനെ തന്നെ പൗരമുഖ്യർ ഭൂപാലനത്തിന് രാജാവായി വാഴിച്ചു. ആ വേനൻ തൻ്റെ ബലത്തെക്കുറിച്ച് ആത്മപ്രശംസ ചെയ്ത് അങ്ങേക്കുള്ള യാഗാദി കർമ്മങ്ങളെയെല്ലാം ഭൂമണ്ഡലത്തിൽ നിരോധിച്ചു. ശ്ലോകം 3. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തോന്യോ ഭുവനപതിർന കശ്ചനേതി ത്വത്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈഃ ശാപാഗ്നൗ ശലഭദശാമനായിവേനഃ. ഒരിക്കൽ കൂടി. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തോന്യോ ഭുവനപതിർന കശ്ചനേതി ത്വത്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈഃ ശാപാഗ്നൗ ശലഭദശാമനായിവേനഃ. സംപ്രാപ്തേ സംപ്രാപ്തരായപ്പോൾ, സമീപിച്ചപ്പോൾ, ഹിതകഥനായ ഹിതം കഥിക്കാനായി, അഭിപ്രായം പറയാനായി, താപസൗഖേ താപസ പ്ലസ് ഔഘം താപസകൂട്ടം, മത്ത എന്നിൽ നിന്നും, അന്യ വിഭിന്നനായി, ഭുവനപതിർ ന കശ്ചനേതി ലോകനാഥനായി ആരും തന്നെ ഇല്ല. ത്വത്നിന്ദാ വചനപരോ അങ്ങയെ നിന്ദിക്കുന്നതിൽ തൽപരനായ, മുനീശ്വരസ്തൈ ആ മുനീശ്വരന്മാർ, ശാപാഗ്നൗ ശാപാഗ്നിയിൽ, ശലഭദശാം ശലഭാവസ്ഥയെ, അനായിവേനഃ ആ വേനനെ നയിച്ചു. ശ്ലോകാർത്ഥം: മഹർഷിമാർ അവരുടെ അഭിപ്രായം ഉപദേശിക്കാൻ ആ വേനന്റെ സമീപത്തെത്തിയപ്പോൾ, എന്നിൽ നിന്ന് അന്യനായി ഒരു ലോകനാഥനും ഇല്ല എന്ന് അങ്ങയെ നിന്ദിച്ചു പറഞ്ഞ ആ വേനനെ ആ താപസീശ്വരന്മാർ ഒരു പാറ്റയാക്കി തീർത്തു. ദശകം 18. ശ്ലോകം 4. തന്നാശാദ്ഘലജനഭീരുകൈർമുനീന്ദ്രൈഃ തന്മാത്രാ ചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഖേ പരിമഥിതാദധോരുദണ്ഡാദ് ദോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസേഃ. ഒരിക്കൽ കൂടി. തന്നാശാദ്ഘലജനഭീരുകൈർമുനീന്ദ്രൈഃ തന്മാത്രാ ചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഖേ പരിമഥിതാദധോരുദണ്ഡാദ് ദോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസേഃ. തത് നാശാത് അവന്റെ നാശത്താൽ, ഖലജന ഭീരുഖൈർ ദുഷ്ടജനങ്ങളെ, അതായത് കള്ളന്മാരെയും കൊള്ളക്കാരെയും ഭയന്ന്, മുനീന്ദ്രൈ മുനി ശ്രേഷ്ഠന്മാർ, തന്മാത്ര തൻ്റെ, അതായത് വേനന്റെ മാതാവ്, ചിരപരിരക്ഷിതേ ചിരകാലം പരിരക്ഷിച്ചു പോന്ന, തദംഗേ തദ് അംഗ അവന്റെ ശരീരത്തിൽ, ത്യക്താഖേ അഖത്തെ ത്യക്തമാക്കി, പാപത്തെ നീക്കി, അതായത് കൽമഷം നീക്കി, പരിമതിധാത്
പരിമതിതമാക്കിയിട്ട് കടഞ്ഞിട്ട്. അതാ പിന്നെ ഊരുദണ്ഡാത് തുടഭാഗത്ത് നിന്ന് ദോർദണ്ഡേ ബാഹുദണ്ഡം, അതായത് കൈകളുടെ ഭാഗം, പരിമതിതേ പരിമതിതമായപ്പോൾ, അതായത് കടഞ്ഞപ്പോൾ, ത്വം ആവിരാസി അവിടുന്ന് ആവിർഭവിച്ചു. ശ്ലോകാർത്ഥം. പിന്നെ വേനൻ നശിച്ച് രാജ്യം നാഥനില്ലാതായപ്പോൾ ദുഷ്ടന്മാരായ കള്ളന്മാരെയും കൊള്ളക്കാരെയും ഭയന്ന് മുനിശ്രേഷ്ഠന്മാർ വേനന്റെ അമ്മയായ സുനീത പരിരക്ഷിച്ചു പോന്ന വേനന്റെ ശരീരത്തിലെ തുടഭാഗം കടഞ്ഞു. അതിൽ നിന്ന് രൂപം പൂണ്ട കൽമഷാംശമായ നിഷാദരൂപത്തെ നീക്കി. പിന്നെ വേനന്റെ 2 കൈകളും കടഞ്ഞു. അതിൽ നിന്ന് പുരുഷരൂപമായി അവിടുന്നും സ്ത്രീരൂപമായി ലക്ഷ്മീദേവിയും ആവിർഭവിച്ചു. ഈ പുരുഷസ്വരൂപം ഭഗവാന്റെ തന്നെ അംശമായ പൃഥു ചക്രവർത്തിയായിരുന്നു. പത്നിയായിരുന്നത് ശ്രീ മഹാലക്ഷ്മിയും. ശ്ലോകം 5. വിഖ്യാത പ്രധുരിതി താപസോപദിഷ്ടൈഃ സൂതാദ്യൈ പരിണുത ഭാവി ഭൂരിവീര്യക വേനാർത്യാ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷാം സമാമകർഷീഃ. ഒരിക്കൽ കൂടി. വിഖ്യാത പ്രധുരിതി താപസോപദിഷ്ടൈഃ സൂതാദ്യൈ പരിണുത ഭാവി ഭൂരിവീര്യക വേനാർത്യാ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷാം സമാം അകർഷീഃ. വിഖ്യാത പ്രധുർ ഇതി. പ്രധു എന്ന വിഖ്യാതനായ അവിടുന്ന് താപസാ ഉപദിഷ്ടേ താപസന്മാരുടെ ഉപദേശത്താൽ സൂതാദ്യൈ സൂതൻ ആദി മുനിമാരാൽ പരിണുത ഭാവി ഭൂരിവീര്യഃ ഭാവിയിൽ മഹാ പരാക്രമിയായി തീരുമെന്ന് സ്തുതിക്കപ്പെട്ട് വേനാർത്ഥ്യ വേനന്റെ പീഡകളാൽ കബളിത സമ്പദം ദരിദ്രം സമ്പത്തെല്ലാം ഉള്ളിലൊതുക്കി കളഞ്ഞ ഭൂമിയെ ആക്രാന്താം പരാക്രമം കൊണ്ട് നിജധനുഷ തന്റെ വില്ലുകൊണ്ട് സമാം അകാർഷി സമതല പ്രദേശമാക്കി തീർത്തു. ശ്ലോകാർത്ഥം. പ്രധു എന്ന് വിഖ്യാതനായ അവിടുന്ന് താപസന്മാരുടെ ഉപദേശത്താൽ സൂതാദി ഋഷികളാൽ ഭാവിയിൽ മഹാപരാക്രമിയാകുമെന്ന് സ്തുതിക്കപ്പെട്ടവനായി. പിന്നെ വേനന്റെ പീഡകളാൽ സമ്പത്തെല്ലാം ഉൾവലിച്ചു കളഞ്ഞ ഭൂമിയെ തന്റെ ധനുസിന്റെ അഗ്രം കൊണ്ട് സമതലമാക്കി തീർത്തു. ഭൂദേവി ആദ്യമൊന്നും സമ്പത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നത്രേ. ഭൂമി ഗോരൂപം ധരിച്ച് ഓടിക്കളഞ്ഞെങ്കിലും പിന്നീട് പൃഥുചക്രവർത്തി തന്നെ ഭൂമിദേവിയെ അനുനയിപ്പിച്ചു. സമ്പത്തെല്ലാം കാമധേനുവായ ഭൂമിയിൽ നിന്ന് കറന്നെടുത്തു. ശ്ലോകം 6. ഭൂയസ്താം നിജകുലമുഖ്യവത്സയുക്തൈഃ ദേവാദ്യൈ സമുചിതചാരുഭാജനേഷു അന്നാദീനഭിലഷിതാനി താനി താനി സ്വച്ഛന്ദം സുരഭിതനൂമധുദുഹസ്ത്വം.
ഒരിക്കൽ കൂടി. ഭൂയസ്താം നിജകുലമുഖ്യവത്സയുക്തൈः ദേവാദ്യൈ സമുചിതചാരുഭാജനേഷു അന്നാദീന്യഭിലഷിതാനി താനി താനി സ്വച്ഛന്തം സുരഭിതനൂമധുദുഹസ്തം. ഭൂയസ്ഥാം, വീണ്ടും അവളെ, അതായത് ആ ഭൂമിയെ, നിജകുല മുഖ്യ, അവരവരുടെ കുലത്തിലെ മുഖ്യന്മാരെ, വത്സയുക്തൈർ, പശുക്കുട്ടികളാക്കി, ദേവാദി, ദേവാദികളെ കൊണ്ട്, സമുചിത, വളരെ ഉചിതമായ, ചാരു ഭാജനേഷു, മനോഹര ഭക്ഷണപാത്രങ്ങളിൽ, അന്നാദീനി, അന്നാദികളായ, അഭിലഷിതാനി, ഏതു വസ്തുക്കൾ ആഗ്രഹിക്കുന്നുവോ, യാനിതാനി, അവയെയെല്ലാം, സ്വച്ഛന്തം, നിർബാധമായി, സുരഭിതനും, സുരഭിരൂപമായ ഭൂമിയിൽ നിന്ന് അവിടുന്ന് അദൂദുഹത്വം, കറന്നെടുത്തു. ശ്ലോകാർത്ഥം. പിന്നെ കാമധേനുവിന്റെ ശരീരരൂപം ധരിച്ച ഭൂമിയെ അവരവരുടെ കുലമുഖ്യന്മാരെ പശുക്കുട്ടികളാക്കി, ദേവാദികളെ കൊണ്ട് സമുചിതമായ മനോഹരപാത്രങ്ങളിൽ അവരവർക്ക് ഇഷ്ടവസ്തുക്കളെ ശ്രീ ഗുരുവായൂരപ്പ അവിടുന്ന് കറന്നെടുപ്പിച്ചു. പശു പാൽ ചുരത്താൻ കന്നുകുട്ടികൾ വേണം. ഓരോ കുലത്തിലെയും മുഖ്യരെ കന്നുകുട്ടികളായി ഭൂമി എന്ന കാമധേനുവിൽ നിന്ന് യഥേഷ്ടം ഭോഗവസ്തുക്കൾ ഏവരും സ്വായത്തമാക്കി. വിഷ്ണു ഭഗവാൻ തന്നെയായ പ്രഭു സ്വയംഭൂവ മനുവിനെ വത്സമാക്കി ധാന്യാദികളെ കറന്നെടുത്തു. ദേവന്മാർ ഇന്ദ്രനെ വത്സമാക്കി അമൃതം കറന്നെടുത്തു. ദൈത്യരും ദാനവരും പ്രഹ്ലാദനെ പശുക്കിടാവാക്കി മദ്യം കറന്നെടുത്തു. ഇങ്ങനെ എല്ലാ ജീവവിഭാഗങ്ങളും അവരവരുടെ കാമനകൾ ഭൂമിദേവിയിൽ നിന്ന് പൂർത്തിയാക്കി. ശ്ലോകം 7. ആത്മാനം യജതി മഖൈസ്ത്വയി ത്രിധാമൻ ആരബ്ധേ ശതതമവാജിമേധയാഗേ സ്പർദ്ധാലോ ശതമഖയേത്യനീചവേഷോ കൃത്വാശ്വം തവ തനയാത് പരാജിതോഭൂത്. ഒരിക്കൽ കൂടി. ആത്മാനം യജതി മഖൈസ്ത്വയി ത്രിധാമൻ ആരബ്ധേ ശതതമവാജിമേധയാഗേ സ്പർദ്ധാലോ ശതമഖയേത്യനീചവേഷോ ഹൃത്വാശ്വം തവ തനയാത് പരാജിതോഭൂത്. ആത്മാനം യജതി മഖൈ, തന്നെ തന്നെ യാഗത്തിൽ യജനം ചെയ്യുന്നവനായിരിക്കെ, അതായത് മഹാവിഷ്ണു തന്നെയായ തന്നെ തന്നെ യജ്ഞ സ്വീകർത്താവായി യജ്ഞം നടത്തുവാനായിരിക്കെ, സ്തുയി ത്രിധാമൻ, ത്രിധാമാവായ അവിടത്തെ ഭഗവാനെ, മൂന്ന് ലോകങ്ങൾക്കും ആധാരമായിരിക്കുന്ന ഭഗവാനെ, ആരബ്ധേ, ആരംഭിച്ചിരിക്കെ, ശതതം അവാജിമേധയാഗേ, 100ാമത്തെ അശ്വമേധയാഗം, സ്പർദ്ധാലു ശതമഖ, അസൂയാലുവായ ഇന്ദ്രൻ, ഏത്യ നീചവേഷേ, നീചവേഷത്തിൽ എത്തിയിട്ട് വന്നിട്ട്, ഹൃത്വ അശ്വം, അശ്വത്തെ അപഹരിച്ചു, മോഷ്ടിച്ചു.
തവ തനയാത് അപ്പോൾ അങ്ങയുടെ പുത്രനാൽ, പൃഥുചക്രവർത്തിയുടെ പുത്രൻ വിജിതാശ്വനാൽ, പരാജിതോ ഭൂത് പരാജിതനായി ഭവിച്ചു. ശ്ലോകാർത്ഥം. ശ്രീദാമാവായ ഹേ ഭഗവാനെ, അങ്ങ് യജ്ഞങ്ങളിൽ തന്നെ യജിക്കുന്നവനായിരിക്കെ 100ാമത്തെ അശ്വമേധയാഗം ആരംഭിച്ചപ്പോൾ അസൂയാലുവായ ഇന്ദ്രൻ നീചവേഷത്തിൽ വന്ന് യാഗാശ്വത്തെ അപഹരിച്ചു. അപ്പോൾ അങ്ങയുടെ പുത്രനായ വിജിതാശ്വനാൽ ഇന്ദ്രൻ പരാജിതനായി ഭവിച്ചു. ഭഗവാൻ ത്രിധാമനാണ്. ഭൂമി, സ്വർഗം, പാതാളം എന്നിവ മാത്രമല്ല, സകല ലോകത്തിനും അധിപനാണ്. ത്രിഗുണാത്മനാൽ യാഗവും യാഗകർത്താവും യാഗസ്വീകർത്താവും ഭഗവാൻ തന്നെ. ഭഗവാൻ 99 യാഗങ്ങൾ നടത്തി 100ാമത്തെ യാഗം നടത്തുവാൻ ആരംഭിക്കുമ്പോഴാണ് 100 യാഗങ്ങൾ നടത്തിയവനെന്ന് പ്രശസ്തനായ ശതമഖൻ, അതായത് ഇന്ദ്രൻ, അസൂയപ്പെട്ട് യാഗാശ്വത്തെ അപഹരിച്ചത്. ഇന്ദ്രപദവി നഷ്ടപ്പെടുമോ എന്നായിരുന്നു ഇന്ദ്രന്റെ ആശങ്കയത്രേ. പക്ഷേ സ്വയം മഹാവിഷ്ണു തന്നെയായ പൃഥു ചക്രവർത്തിക്ക് ആ ആശകളൊന്നും ഉണ്ടായിരുന്നതുമില്ല. ശ്ലോകം 8. ദേവേന്ദ്രം മുഹുരിതി വാജിനം കരന്തം വന്നൗതം മുനിവരമണ്ഡലേ ജുഹൂഷൗ രുന്ധാനേ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാത് ത്വം മധുരിപുമൈക്ഷഥാ സ്വയം സം. ഒരിക്കൽ കൂടി. ദേവേന്ദ്രം മുഹുരുതി വാചിനം കരന്തം വന്നൗതം മുനിവരമണ്ഡലേ ജുഹൂഷൗ രുന്ധാനേ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാത് ത്വം മധുരിപുമൈക്ഷഥാ സ്വയം സം. ദേവേന്ദ്രം മുഹുർ ഇതി വാജിനം ഹരന്തം. ഇങ്ങനെ അശ്വത്തെ കൂടെ അപഹരിക്കുന്ന ഇന്ദ്രനെ വന്നൗ അഗ്നിയിൽ, തം മുനിവരമണ്ഡലേ മുനിവരന്മാരുടെ സംഘം, ജുഹുഷൗ ഹോമിക്കാൻ തീരുമാനിക്കേ, രുന്ദാനേ കമല ഭവേ കമലഭൂവായ ബ്രഹ്മാവ് തടഞ്ഞു. ക്രധോ ആ യാഗത്തിന്റെ, സമാപ്തോ പരിസമാപ്തിയിൽ, സാക്ഷാത് ത്വം അങ്ങു തന്നെ സാക്ഷാത്തായി, മധുരിഭു മധു എന്ന അസുരൻ ശത്രുവായ മഹാവിഷ്ണു, ഐഷത സ്വയം സ്വം സ്വന്തം രൂപം സ്വയമായി ദർശിച്ചു. ശ്ലോകാർത്ഥം. ഇങ്ങനെ കൂടെ യാഗാശ്വത്തെ അപഹരിക്കുന്നവനായ ഇന്ദ്രനെ യാഗാഗ്നിയിൽ ഹോമിക്കുവാൻ മുനിശ്രേഷ്ഠ സംഘം തീരുമാനിച്ചിരിക്കെ ബ്രഹ്മാവ് അവരെ തടഞ്ഞു. പിന്നെ യാഗത്തിന്റെ പരിസമാപ്തിയിൽ അവിടുന്ന് തൻ്റെ തന്നെ രൂപമായ മധുജിഭുവിനെ, അതായത് സാക്ഷാൽ ശ്രീ വിഷ്ണു ഭഗവാനെ തന്നെ സാക്ഷാത്തായി സ്വയം ദർശിക്കുകയും ചെയ്തു. സാക്ഷാൽ ഭഗവാൻ തന്നെയായ പൃഥു ചക്രവർത്തിക്ക് യാഗങ്ങൾ നടത്തിയിട്ട് ഒന്നും തന്നെ പ്രത്യേകമായി നേടാനായിട്ടില്ല. യജ്ഞവും യജ്ഞദാതാവും യജ്ഞ സ്വീകർത്താവും അദ്ദേഹം തന്നെയാണല്ലോ. ശ്ലോകം 9.
തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദക്കദാഭിദേവ സത്രസ്തം മുനിനിവകം ഹിതാനി ശംസൻ ഐക്ഷിഷ്ടാസനകമുഖാൻ മുനീൻ പുരസ്താദ്. ഒരിക്കൽ കൂടി. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദക്കദാഭിദേവ സത്രസ്തം മുനിനിവകം ഹിതാനി ശംസൻ ഐക്ഷിഷ്ടാസനകമുഖാൻ മുനീൻ പുരസ്താദ്. ത്വദ്ദത്തം ഭഗവാനാൽ ദത്തമായ വരം ഉപലഭ്യ വരത്തെ ലഭിച്ചിട്ട് ഭക്തി ഏകാം ഭഗവാനിലുള്ള ഭക്തി ഒന്നു മാത്രമായ ഏകഭക്തി ഗംഗാന്തേ ഗംഗാതീരത്ത് വിഹിത പദം ഉറപ്പിച്ച് അതായത് സ്ഥാനസ്ഥനായി കഥാപി ഒരിക്കൽ ദേവ ഹേ അലയോ ദേവ സത്രം നടത്തുന്ന മുനി നിവഹം മുനിസംഘത്തോട് ഹിതാനി ശംസൻ ഹിതങ്ങളെ ഉപദേശിക്കവേ ഐശിഷ്ട ഈഷണം ചെയ്തു ദർശിച്ചു സനകമുഖാൻ മുനീൻ സനക മുനി എന്നിവരെ പുരസ്താദ് മുന്നിൽ. ശ്ലോകാർത്ഥം. മധുരിപുവായ ശ്രീ മഹാവിഷ്ണു നൽകിയ ഏകഭക്തി എന്ന വരം ലഭിച്ച ശേഷം പൃഥു ചക്രവർത്തി ഗംഗാതീരത്ത് വാസമുറപ്പിച്ചു. പിന്നീട് ഒരിക്കൽ സത്രം നടത്തുന്ന മുനിമാർക്ക് ഹിതോപദേശം നൽകിക്കൊണ്ടിരിക്കെ ആ പൃഥു സനകാദികളായ മുനിശ്രേഷ്ഠന്മാരെ മുന്നിൽ ദർശിച്ചു. ദശകം 18 ശ്ലോകം 10. വിജ്ഞാനം സനകമുഖോദിതം ദധാനക സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവി തത്താദ്രഗ് പൃഥുവപുരീശ സത്വരം മേ രോഗൗഖം പ്രശമയവാതഗേഹവാസിൻ. ഒരിക്കൽ കൂടി. വിജ്ഞാനം സനകമുഖോദിതം ദധാനക സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവി തത്താദ്രഗ് പൃഥുവപുരീശ സത്വരം മേ രോഗൗഖം പ്രശമയവാതഗേഹവാസിൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. വിജ്ഞാനം സനക മുഖോദിതം സനക മുനിമാരുടെ മുഖത്തിൽ നിന്ന് ഉദിതമായ വിജ്ഞാനം. ദധാന ധരിക്കുന്നവനായി, സ്വാത്മാനം തൻ്റെ ആത്മാവിനെ, സ്വയം അകമോ തനിയെ പ്രാപിച്ചു, വനാന്തസേവി വനത്തിൻ്റെ അന്തർഭാഗത്തെ സേവിക്കുന്നവനായി, തത്താദൃക് അപ്രകാരമുള്ള, പ്രതുവപൂർ ഈശ പ്രതുവിൻ്റെ ശരീരം സ്വീകരിച്ച ഹേ ഈശ്വര, സത്വരം വേഗത്തിൽ, മേ രോഗൗഘം എൻ്റെ രോഗകൂട്ടങ്ങളെ രോഗഗണങ്ങളെ, പ്രശമയ നന്നായി ശമിപ്പിക്കണമേ, വാതഗേഹവാസിൻ വായുപുരവാസി ഹേ ഗുരുവായൂരപ്പ. ശ്ലോകാർത്ഥം. സനകാദികൾ ഉപദേശിച്ച ജ്ഞാനം ഗ്രഹിച്ച് വാനപ്രസ്ഥം സ്വീകരിച്ച പൃഥു തന്നെ താൻ സ്വസ്വരൂപത്തെ പ്രാപിച്ചു. ഇപ്രകാരം പൃഥുവിൻ്റെ
വപുസ് സ്വീകരിച്ച സർവീശ്വരനായ ശ്രീ ഗുരുവായൂരപ്പ, എൻ്റെ രോഗാവലികളെ വേഗത്തിൽ നിശേഷം ശമിപ്പിക്കണമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.